കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നവർക്ക് വളരെ സന്തോഷം നിറഞ്ഞ ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. PM കിസാന്റെ അടുത്ത ഗഡുവായ 23ാം ഗഡു വിതരണം ജൂൺ മാസം അവസാന ആഴ്ചയോടെ വിതരണമുണ്ടാവും. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. രാജ്യത്തെ കർഷകർക്കായി നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയ പദ്ധതിയായ PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാം ഗഡു വിതരണം ഈ മാസം അവസാനത്തോടെയാണ് വിതരണം നടക്കുക. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ വിവരങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. വിതരണ തീയതിയോ മറ്റോ ഒന്നും കൃത്യമായി നൽകിയിട്ടില്ല. ജൂൺ മാസത്തിന്റെ അവസാന ആഴ്ചയിൽ വിതരണം നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. ഈ ധനസഹായം ഇനിയും തുടർന്ന് ലഭിക്കാനും കർഷകർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളുമെല്ലാം കാർഷികമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങൾക്കും എല്ലാ കർഷകരും നിർബന്ധമായും കർഷക ID എടുക്കേണ്ടതുണ്ട്. ഇതിനായി അഗ്രിസ്ട്രക് വഴി ഓരോ കർഷകനും പേരുവിവരങ്ങളും മറ്റുമെല്ലാം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ കർഷക ID എടുക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കർശനമായി നിർദ്ദേശം നൽകിയിരുന്നു. നമ്മുടെ അടുത്തുള്ള CSC കേന്ദ്രങ്ങൾ വഴി ഇപ്പോഴും അപേക്ഷ സ്വീകരിക്കുന്നുണ്ട്. മെയ് മാസത്തിന്റെ അവസാനത്തിൽ കർഷക ID രജിസ്ട്രേഷൻ അവസാനിക്കുമെന്നുള്ള അറിയിപ്പുകൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോഴും ഒരുപാട് കർഷകർ ഇത് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഇനിയും അപേക്ഷ നൽകുന്നതിനായി സാധിക്കും. കർഷകന്റെ ആധാർ കാർഡ്, ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ, കർഷകന്റെ നികുതി അടച്ച രസീത് എന്നിവയാണ് പ്രധാനമായും നിർബന്ധമാക്കിയ രേഖകൾ. കർഷക IDക്ക് അപേക്ഷ വെച്ച് അത് അപ്രൂവൽ ആയതിനു ശേഷം മാത്രമേ പിന്നീടുള്ള കർഷകർക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ PM കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം തുടർന്ന് ലഭിക്കണമെങ്കിൽ ഇത്തരത്തിൽ കർഷക ID കാർഡ് രജിസ്റ്റർ ചെയ്യണമെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് സർക്കാർ കൂടുതലായി കർശനമാക്കിയിട്ടില്ല. കാരണം അപേക്ഷ നൽകിയിട്ടും ഒരുപാട് കർഷകരുടെ രജിസ്ട്രേഷൻ അപ്രൂവൽ ആവാനുള്ളത് കൊണ്ട് തന്നെ ചില അപേക്ഷകൾ ഇപ്പോഴും പ്രോസസ്സിംഗിലും പെൻഡിങ്ങിലുമെല്ലാമാണ്. ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ അപേക്ഷ അപ്രൂവൽ ആവേണ്ടതുണ്ട്. ഇത് കൃഷിഭവനിൽ എത്തി വെരിഫിക്കേഷൻ പൂർത്തിയായതിനു ശേഷമായിരിക്കും അപ്രൂവൽ ലഭിക്കുക. വെരിഫിക്കേഷൻ സമയത്ത് നൽകിയ വിവരങ്ങൾ ഏതെങ്കിലും തരത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ റിജക്റ്റ് ആവാനും സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ അപേക്ഷ നൽകിയ എല്ലാവർക്കും തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ ആനുകൂല്യം ലഭിക്കും. എന്നാൽ അപ്രൂവൽ ആവാത്തവർക്കും ആനുകൂല്യം ലഭിക്കുമെങ്കിലും അപേക്ഷ സംബന്ധിച്ച വിവരങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം അപേക്ഷ നൽകിയവർ ഈ വർഷം അപേക്ഷ നൽകേണ്ടതില്ല. ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത കർഷകരുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ അഗ്രിസ്ട്രക് വഴി കർഷക ID കാർഡ് എടുക്കേണ്ടതുണ്ട്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക.